പക്കമേളം ഉണ്ടെങ്കിൽ ചില കച്ചേരികൾ അതിഗംഭീരമാകുമെന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരെ കൂടെ ഞാൻ വിളിക്കുകയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക്. അവർ രണ്ടുപേരും ചലച്ചിത്ര സംവിധായകരാണ്, എഴുത്തുകാരാണ്, ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളുകളാണ്. രണ്ടുപേരുടെയും ഒരുപാട് ചിത്രങ്ങളിൽ ഉണ്ണിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ജോണി ആന്റണി ചേട്ടൻ ഇവിടെ കൊച്ചി ഹനീഫയ്ക്കയുടെ എപ്പിസോഡിന് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് സിനിമ കാണുന്നതിനപ്പുറം പല ഉൾസൗഹൃദങ്ങളും അറിയാൻ ഞങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ജോണി ആന്റണി ചേട്ടൻ എന്നോട് പറഞ്ഞത് ഇന്നയാളെ വിളിക്കണം, ഇവരൊക്കെ ഇന്നപോലെ ചില ബന്ധങ്ങളുള്ള ആളുകളാണ് എന്ന് പറയുകയും വിളിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള രണ്ടുപേരാണ് ഇനി വരുന്നത്. രണ്ടുപേരും ഒരുപാട് ഒരേ തലക്കെട്ടുകൾക്ക് അർഹനാണ്. എഴുത്തുകാരാണ്, സംവിധായകരാണ്, നർമ്മ ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയപ്പെട്ടവരായി മാറിയിട്ടുള്ളവരാണ്. സ്നേഹപൂർവ്വം ഓർമ്മയിൽ നിന്നും എന്ന ഈ പരിപാടിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ ജോസ് തോമസ് ആൻഡ് മെക്കാട്ടിൻ സാർ. സാർ നമസ്കാരം. സാർ നമസ്കാരം. സ്വാഗതം ഓർമ്മയിലെന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന പരമ്പരയിലേക്ക്. ജോണി ചേട്ടൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക സൗഹൃദമുണ്ട്. ചില വിളികൾ, പേര് വിളിക്കുന്നതും ഒക്കെ എന്തോ പ്രത്യേക പേരുകളാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു സിനിമയ്ക്ക് പുറത്ത്. എന്താണത്? പരസ്യമായിട്ട് പറയാൻ പറ്റില്ല വിളി. അത് കേട്ടാ കുഴപ്പമാണ്. അപ്പൊ മനസ്സിലായി ആ വിളി എന്താ. അതെ അതെ. അല്ല, ഇപ്പൊ കുറെ പേരുകളിൽ എന്താന്ന് ഇനി അന്വേഷിക്കേണ്ടത്, നല്ല കൺഫ്യൂഷൻ ഇല്ലാണ്ട് പോയേനെ. എന്നാലും കുറച്ച് ഭേദപ്പെടുത്തിയൊക്കെ വേണമെങ്കിൽ അല്ല, കാരണം ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസമൊക്കെ മറന്നിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു ഞാനും ഉണ്ണിയേട്ടനും. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. അഭിനയിക്കാൻ വരുമ്പോഴാണ് ആദ്യം കാണുന്നത്. അത്ര അടുപ്പം തോന്നാത്തൊരു മനുഷ്യനായിരുന്നു അന്ന്. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങി ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര അടുപ്പമായി. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആദ്യം എന്നോട് ചോദിച്ചു എന്താ പേര്? ജോസ് തോമസ്. സ്ഥലം എവിടെയാ? കോട്ടയം. ആ റിയാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ കോട്ടയംകാരെന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കുഴപ്പക്കാരായിരിക്കും എന്നൊരു തോന്നല്. അത് വള്ളുവനാട്ടിന്റെ ഒരു ചെറിയ. പക്ഷേ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സൗഹൃദം കൂടി. എനിക്ക് കൂടുതൽ സൗഹൃദം ഉണ്ടാകുന്നതിന് ഡബ്ബിങ്ങിന് വേണ്ടി അദ്ദേഹം മദ്രാസിൽ വരുമ്പോഴാണ്. ഇപ്പോഴത്തെ ചെന്നൈ എന്ന മദ്രാസാണ്. AVMന്റെ ഓപ്പോസിറ്റ് ഒരു ക്യാമ്പസ് ഹോട്ടലിലാണ് താമസം. പുള്ളിക്കൊരു ചെറിയ വേഷമാണ് ആ പടത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏകദേശം 10-12 ദിവസം അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഡബ്ബ് ചെയ്യാൻ. കാരണം അദ്ദേഹത്തിന് തിരിച്ചു പോകുന്ന ഇഷ്ടമല്ല, ചില സൗഹൃദങ്ങളുടെ കാര്യം. അപ്പം എൻ്റെ കൂടെ നഹാസ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടറുടെ ഒരു 11 മണിയാകുമ്പോൾ ഉണ്ണിയേട്ടൻ പതുക്കെ വരും പുള്ളിയുടെ റൂമിൽ നിന്ന്. ഞാനും നഹാസ് ഒരു റൂമിൽ, അദ്ദേഹം വേറെ റൂമിൽ. എങ്ങനെയാ ജോസേ നമുക്ക് വിശപ്പുണ്ടാക്കണ്ടേ? ഈ വിശപ്പുണ്ടാക്കണ്ടേന്ന് പറഞ്ഞ് അടിക്കണ്ടേന്ന്. അപ്പോൾ അന്ന് റമ്മാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പം ഞങ്ങൾ പിരിവെടുത്ത് പോയി റം മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഈ 12 ദിവസവും. എന്നിട്ട് അവിടെ ഒരു തബലിസ്റ്റ്, ഒരു ബാലൻ ഉണ്ടായിരുന്നു. പിന്നെ തബല വന്നു. ഇപ്പം കോഴിക്കോടുള്ള പുള്ളി ബാലനോട് പറഞ്ഞു എനിക്കൊരു തബലയും ഹാർമോണിയം കൂടെ തരണം. ഇത് രണ്ടും വന്നു കഴിഞ്ഞിട്ട് ഈ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞിട്ട് വിശപ്പുണ്ടാക്കാനാണ് കഴിക്കുന്നത് പറയും. പുള്ളി ഹാർമോണിയം എടുത്ത് കൊടുക്കും. പുള്ളി മ്യൂസിക് ഇടുക. മ്യൂസിക് ഇട്ടിട്ട് അതിന് ലിറിക് നമ്മൾ എഴുതണം. അങ്ങനെ നമുക്ക് പാട്ടെഴുതാൻ അറിയാവും. പക്ഷേ പുള്ളിയുടെ മ്യൂസിക്കിനനുസരിച്ച് പാട്ടെഴുതി കൊടുക്കും. പുള്ളി അത് സംഗീതം കൊടുത്ത് പാടും. ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ 4-5 മണിക്കായിരിക്കും. വിശപ്പുണ്ടായിട്ട് എത്തിപ്പോവും. ബെക്കാട്ടി സാറിനോ എപ്പോഴാണ് ആദ്യം കണ്ടതെന്ന് ഓർക്കുന്നത്? ആദ്യം കണ്ടത് നമ്മൾ രാജസേൻ സാറിന് വേണ്ടിയിട്ട് അനിയം ബാവ ചേട്ടൻ ബാവ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കഥാപാത്രം അമ്പിളിച്ചേട്ടനാണ്, ജഗദീഷ് ശ്രീകുമാറാണ്. ഷൂട്ടിങ്ങിന് ഒരാഴ്ച മുമ്പ് ചില അസൗകര്യങ്ങൾ പറഞ്ഞ് പുള്ളിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറെ എന്തു ചെയ്യും? വേറെ ഒന്നുമില്ല ആലോചിക്കാൻ. ഇനിയുള്ളതോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ മാത്രമാണ്. പ്രധാന കഥാപാത്രം തന്നെയാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്. ഈ ഒരാഴ്ചക്കകത്ത് ഇത് മുഴുവൻ വെട്ടിത്തിരുത്തണം. എന്താ കാര്യം എന്ന് വെച്ചാൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ റെൻഡറിങ് അല്ല ഈ ഒടുവിലാൻ ചേട്ടൻ. തിരുവനന്തപുരം വള്ളുവനാടുവാ. ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഇത് 2 കല്യാണാടാ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇങ്ങനെ എഴുതിയാൽ അമ്പിളിച്ചേട്ടന് പറയാൻ പറ്റില്ല. അത് ഇദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ ആക്കി മാറ്റാൻ ഒരാഴ്ച ഞങ്ങൾ എടുത്ത്. പക്ഷെ പെട്ടെന്ന് ആകും. മാത്രമല്ല ഇന്നും ഞാനത് പാലിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഒരു സീക്രട്ടാണ്, അച്ഛൻ ക്യാരക്ടർ എഴുതണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ഒടുവിലാൻ ചേട്ടനെ മനസ്സിലേക്ക് അങ്ങ് ആവാഹിക്കും. തന്നെ ഡയലോഗ് വരും.
പുള്ളി കയറിയ പിന്നെ ഡയലോഗാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി ഇതല്ല എങ്കിൽ ചെയ്യുന്നത് തിലകൻ ചേട്ടനാണ്. ഇതിൽ രണ്ടിലൊരാളെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഡയലോഗ്, അത് ഒരച്ഛൻ പറയേണ്ട ഡയലോഗ് ഇവരുടെ മുഖത്ത് നിന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഉണ്ണിയേട്ടനെ പരിചയപ്പെടുന്നത് ഈ ലൊക്കേഷനിൽ വരുമ്പോഴാണ്. അപ്പോൾ അത്ര അടുപ്പം ഇല്ലായിരുന്നെങ്കിലും ചില ചെറിയ ചെറിയ സംഗീതപരമായ സംഭാഷണത്തിലൂടെ ഞങ്ങൾ അടുത്തു. പുള്ളിയോട് സംഗീതം പറയാൻ പോയാൽ പുള്ളി നിർത്തൂല. അതിൻ്റെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സംശയങ്ങളല്ല, നമ്മളെ ട്രാപ്പിലാക്കുന്ന ചില കാര്യങ്ങൾ. പിന്നെ ചാരുകേശരാഗത്തിൻ്റെ നിഷാദം ഇതായാൽ ഏത് രാഗമെന്നറിയോ? ഓ, അപ്പോൾ നമ്മൾ കുടുങ്ങും. അപ്പോൾ നമ്മളൊരു സംഗീതജ്ഞനല്ല എന്ന് പുള്ളി വരച്ച് തീർക്കും പതുക്കെ. അത് ഇത്ര പാടുപെട്ട് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് വേണം സമ്മതിക്കാവുന്ന കാര്യമാണ്. പക്ഷേ എന്ന് വിചാരിച്ച് വേറെ അവഹേളനമൊന്നുമില്ല. പുള്ളി നമ്മളെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ഒരു സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുണ്ട്, അറിയാലോ. ഭക്തിഗാനം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. ആ, മൂന്തേട്ടൻ വരുന്നു എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സംഗീത സംവിധാനോ? അതേതാ അത് പാട്ട്? എന്തോ ഉണ്ട്. ആദ്യം ആ സിനിമയ്ക്ക് സർവം സഹായ എന്നായിരുന്നു പേര്. രഞ്ജിത്താണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അത് ശരി. ഉണ്ട്, കേട്ടിട്ടുണ്ട്. രവിഗുപ്തനാണ് ഡയറക്ടർ. ദശപുഷ്പെന്നോ മറ്റോ പറയുന്നത്. അതൊരു വലിയ കോമഡിയാണ്. 11 പാട്ടുണ്ട്, 1ഉം 2ഉം അല്ല, 11 പാട്ട്. ജയറാം കളിയാക്കി കൊന്ന്. ജയറാം ചോദിച്ചു, ഉണ്ണിയേട്ടാ ഈ ദശം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് ചോദിച്ചു. 10. അല്ല, നിങ്ങൾ ചെയ്ത കാസറ്റിനകത്ത് 11 പാട്ടുണ്ടല്ലോ. അങ്ങനെ, എടാ അത് പാട്ടല്ല, അതൊരു ചെറിയ ശ്ലോകം, എന്നാലും അത് 11 എന്ന് പറഞ്ഞു. ജയറാം വിട്ടില്ല. പക്ഷേ ഉണ്ണിയേട്ടൻ തർക്കിച്ച് പിടിച്ച് നിന്ന അവസാനം